എന്റെ പാട്ട് ബോറായി എന്നുള്ളത് എനിക്ക് മാത്രം മനസ്സിലാവണില്ല, നാട്ടുകാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിരന്തരം പാടി പാടി ആളുകളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഉറകെട്ട് പോയ ഉപ്പുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ആ ഉപ്പിന്റെ ഉറ കെട്ടുപോയെന്ന് അവർക്ക് മാത്രം മനസ്സിലാവൂല, നാട്ടുകാർക്കൊക്കെ മനസ്സിലാവും. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും. നമ്മളുടെ ജീവിതത്തിന്റെ ഒരു കാലത്ത് ഉപ്പാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന, നല്ല രസം കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പം ആളുകൾക്കും ചുറ്റുമുള്ളവർക്കും ബോറടിക്കും, അത് ബോറാവുകയും ചെയ്യും. നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആളുകൾക്ക് ശല്യമായിട്ട് മാറും. ഈ ഉറകെട്ട് പോയ ഉപ്പിനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞ് കളയും എന്ന് പറഞ്ഞതുപോലെ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്താ ഇതിനൊരു പരിഹാരം? നമ്മുടെ ജീവിതത്തിന്റെ ഉപ്പിന്റെ ഉറകെട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാവണം. എന്നിട്ട് നമ്മൾ ട്രാക്ക് മാറ്റണം. ഇപ്പൊ IPL കഴിഞ്ഞു, ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ് കപ്പടിച്ചത്. ആ കപ്പടിച്ച ടീമിലുള്ളവരെ പോലെ തന്നെ ഒരു ക്രെഡിറ്റ് കൊടുത്ത, അഭിനന്ദനം കൊടുത്ത വേറൊരു കളിക്കാരൻ കൂടെ ഉണ്ട്, AB de Villiers എന്നാണ് പറയുന്നത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉപ്പിന്റെ ഉറകെട്ട് പോയ സമയത്തൊന്നും അല്ല അദ്ദേഹം വിരമിച്ചത്. ഉറകെട്ട് പോകാറാകുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയ സമയത്ത് അദ്ദേഹം വിരമിച്ച് മാറുന്നുണ്ട്. കഴിഞ്ഞ 2 കപ്പെടുത്ത സമയങ്ങളിലും ക്യാമറ കണ്ണുകൾ അദ്ദേഹത്തെയും കോൺസെൻട്രേറ്റ് ചെയ്തു, അദ്ദേഹത്തിനും അതിന്റെ ക്രെഡിറ്റ് കൊടുത്തു. എന്തുകൊണ്ടാണ്? സ്വന്തം ഉപ്പിന്റെ ഉറകെട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി ട്രാക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ട്രാക്ക് മാറ്റാൻ പറ്റണം. ട്രാക്ക് മാറ്റിയില്ലെങ്കിൽ ഉറകെട്ട് പോയ നമ്മുടെ ഉപ്പിനെയൊക്കെ എടുത്ത് തോട്ടിലേക്ക് വലിച്ചെറിയും. നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. വലിയ ദൈവാനുഗ്രഹം വേണം അതിന്. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.